ഓക്കെ ഗായ്സ്, ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി മഞ്ഞളിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാരിനേഷന് വേണ്ടിയിട്ട് തൈര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ, ആവശ്യത്തിൽ കൂടുതൽ ഗീ, ആവശ്യത്തിന് ഉപ്പ്. നല്ലതുപോലെ ഉപ്പ് ഇട്ടതിന് ശേഷം നല്ല മനോഹരമായ നമ്മുടെ കൈ കൊണ്ട് തന്നെ അതിനെ മിക്സ് ചെയ്ത് റെഡിയാക്കി മാരിനേഷന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നല്ലതുപോലെ മസാല വരട്ടി ഫ്രിഡ്ജിൽ ചില്ലറിൽ ഒരു 30 മിനിറ്റ്സ് വെക്കുക. അഗെയിൻ നമ്മുടെ ഡിഷിൻ്റെ പേര് ഗീ റോസ്റ്റ് ചിക്കനാണ്. അപ്പോൾ ഗീ ആവശ്യത്തിൽ കൂടുതൽ ഇടുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് ചില്ലറിനെടുത്ത് ഡയറക്റ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുക. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ചിക്കൻ നമ്മൾ ഗീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഓക്കെ, എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നു, ഫ്രൈ ചെയ്തെടുക്കുന്നു. നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അത് നമ്മൾ വേവുന്നതിനനുസരിച്ചിട്ട് ചിക്കൻ ഗീയിൽ നിന്നെടുത്ത് മാറ്റി ഇങ്ങനെ നമുക്ക് ഓരോരോ സെറ്റും ഫ്രൈ ചെയ്ത് എടുക്കേണ്ടി വരും. അടുത്ത സെറ്റ് ചിക്കൻ നമ്മൾ ഗീയിലിട്ട് കുക്ക് ചെയ്തെടുക്കും. ഈ സെറ്റ് ചിക്കനും എടുക്കാൻ റെഡിയായി ഗൈസ്. രണ്ട് സൈഡും മറിച്ചിട്ട് വേവിച്ച് എടുക്കുക. ഡ്രൈ ഫ്രൈ ആകുന്നത് പോലെ അങ്ങ് കരിച്ചെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഗീയിലിട്ട് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ആ സെയിം മസാലയിൽ ഇച്ചിരി കൂടെ ഗീ ഇട്ട് അതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മസാലയുണ്ട്. നമ്മുടെ മസാലയിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ചില്ലി ഉണ്ട്, കൊറിയാണ്ടർ ഉണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, പിന്നെ പുളിയുമുണ്ട്. ടാമറിൻ വെള്ളത്തിൽ മുക്കി വെച്ച് ആ വെള്ളം കൊണ്ടാണ് നമ്മൾ മസാല പേസ്റ്റാക്കി എടുത്തിരിക്കുന്നത്. റെഡിയാക്കി കൊണ്ടുവന്ന മസാലയിൽ ചിക്കൻ മിക്സ് ചെയ്ത് ഫുള്ള് മസാല ചിക്കനിൽ പുരട്ടി റെഡിയാക്കി എടുക്കുക. ഒരു പീസ് ജാഗരി ഇട്ടിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. ചിക്കൻ ആ മസാലയിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് മസാലയായിട്ട് ക്ലബായി വന്നിട്ടുണ്ട്. ആ ജാഗരി എല്ലാം മസാലയായിട്ട് പിടിച്ച് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് റെക്കമെൻഡ് ചെയ്തത് കൊണ്ട് നമ്മുടെ 100 സബ്സ്ക്രൈബേഴ്സ് ചേട്ടൻ്റെ 100 സബ്സ്ക്രൈബേഴ്സിൻ്റെ ചിക്കൻ വീഡിയോ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയും നമ്മൾ ജീവിതത്തിൽ ഇത് കഴിച്ചിട്ടില്ല. അപ്പം ഇതാണോ ഇതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് എന്ന് അറിയത്തില്ല. ബട്ട് സ്പൈസിയാണ്, കുറച്ച് മാംഗ്ലൂരിനായതാണ് സ്പൈസി ആയിരിക്കും കുറച്ചധികം. പക്ഷെ അത് ഗീ ഉള്ളത് കൊണ്ട് അത് കവറപ്പ് ആവും എന്നാണ് എൻ്റെ വിശ്വാസം. ഓവറോൾ എങ്ങനെയുണ്ട്? ഓവറോൾ ആക്ച്വലി വൈറ്റ് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതെ, പിന്നെ നമ്മൾ സ്ഥിരം ഈ കുറേ പ്രിപ്പറേഷൻ ചെയ്യാൻ അധികമൊന്നും വേണ്ട. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു യൂഷ്വൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അല്ലേ, ഒരു അടിപൊളി എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.